KPCC ആസ്ഥാനത്തിന് മുന്നിലെ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. ഇന്നലെ രാത്രിയാണ് ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത്. ജിബിൻ ജെവിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ജിബിൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇന്നലെയുള്ള അണികളുടെ ഓരോ നേതാക്കളെയും പിന്തുണച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും മറ്റുമൊക്കെ. അത്തരത്തിൽ ഇപ്പോൾ KCയുടെ പേര് വെച്ചുകൊണ്ട് KPCCക്ക് മുന്നിൽ വെച്ചിരുന്ന ബോർഡിലാണ് കരിയോയിൽ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അമൽ, KPCCക്ക് മുന്നിൽ നമ്മൾ ഈ കാണുന്ന ഭാഗം, അതായത് KPCCയുടെ പ്രധാന കവാടത്തിന് മുൻവശത്താണ് V1 KC വാം വെൽക്കം KC എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന്റെ അനുകൂലികൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ തന്നെ, അതായത് KPCC ആസ്ഥാനത്ത് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്കത് വ്യക്തമായി കാണുകയും ചെയ്യും. അതായത് KPCCക്ക് എതിർവശം V1 KC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. സമാന രീതിയിലുള്ള ഒരു ഫ്ലെക്സ്, അതേ ഫ്ലെക്സ് തന്നെയാണ്, അതിൻ്റെ ഒരു കോപ്പിയാണ് ഈ KPCCയുടെ കവാടത്തിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തത്. ഇതിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു വിഭാഗം പ്രവർത്തകരെത്തി കരിയോയിൽ പ്രയോഗം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത്. പക്ഷേ KPCCയുടെ അകത്തു നിന്നുള്ളവർ ഉടൻ തന്നെ എത്തി ഈ ഫ്ലെക്സ് ബോർഡ്, ഇവിടെ ഉണ്ടായിരുന്ന കരിയോയിൽ ഒഴിച്ച ഫ്ലെക്സ് ബോർഡ് KPCC ആസ്ഥാനത്തിന്റെ അകത്തേക്ക് തന്നെ ഇപ്പോൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യും. അതായത് പ്രവർത്തകർ ഈ കാണുന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ ഒഴിച്ച കരിയോയിലിന്റെ ആ കുപ്പിയാണ് ഇവിടെ കാണുന്നത്. ആ കുപ്പിയും അതുപോലെ തന്നെ ഒഴിച്ചതിന്റെ കുറച്ച് കരിയോയിലും ആ ഭാഗങ്ങൾ കൂടി ഇവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫ്ലെക്സ് ബോർഡ് അപ്പോൾ തന്നെ KPCC ആസ്ഥാനത്തിന്റെ അകത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് KPCCയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി ഒരു വിഭാഗം പ്രവർത്തകരാണ് എത്തി ഈ കരിയോയിൽ പ്രയോഗം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് VD സതീശൻ അനുകൂലികളാണോ, രമേശ് ചെന്നിത്തല വിഭാഗമാണോ, അതോ മറ്റേതെങ്കിലും പ്രവർത്തകരാണോ എന്നുള്ള ഒരു കാര്യത്തിലൊന്നും തന്നെ കൃത്യമായ ഒരു വ്യക്തത KPCCക്ക് ഇല്ല. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ് KPCC നേതൃത്വം. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.